പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാട്ടൊക്കെ എത്ര തവണ പാടിയാലും ശരിയാവാത്ത ഞാൻ പോലും എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്നൊരു പാട്ടാണത്. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിൽ ഒന്നു ചേരാൻ, നിന്റെ താരാട്ട് പാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ. ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ വ്യാകുലത്തിൻ്റെ തിരുനാളാണ്. വ്യാകുല മാതാവിൻ്റെ തിരുനാൾ. നമ്മൾ സാധാരണ പറയുന്നൊരു കമൻ്റ് ഉണ്ട്, ഈ വ്യാകുല മാതാവിനെ പോലെ നടക്കല്ലേ. മുഖം വീർപ്പിച്ച് സങ്കടപ്പെട്ട് കണ്ണീരൊഴുക്കി നടക്കുന്നവരോട് പറയുന്ന കമൻ്റാണ്. തെറ്റിദ്ധാരണയാണത്. വ്യാകുല മാതാവിൻ്റെ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നത് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥത്തിലെ വായനയിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ ചുവട്ടിൽ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന വചനം പറയണേ. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ബോബി അച്ഛനൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞിൻ്റെയൊക്കെ പോളിയോ എടുക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞ് കരയുന്നത് കാണാതിരിക്കാനായിട്ട് തല മാറ്റി ഇങ്ങനെ തിരിച്ചു കളയുന്ന മാതാപിതാക്കളാണ് നമ്മൾ. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാതുകുത്തിന് ആ കുഞ്ഞിൻ്റെ കാതിന് സ്റ്റഡടിക്കാൻ നേരത്ത് അതിൻ്റെ മുഖം മാറുന്നത് കാണാൻ ഇഷ്ടമില്ലാതെ മാറി നിൽക്കുന്ന മാതാപിതാക്കളാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ മുറിവായിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും ആ കുരിശിൽ ഇങ്ങനെ പിടഞ്ഞു തൂങ്ങി നിസ്സഹായനായി മരിക്കുന്ന തൻ്റെ മകൻ്റെ മരണം കണ്ടുകൊണ്ട് ആ അമ്മ കുരിശിൻ്റെ കീഴെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. വചനം നമ്മൾ വളരെ കൂളായിട്ട് വായിച്ചു പോകുന്നുണ്ട്. യേശുവിൻ്റെ കുരിശിന് താഴെ അവൻ്റെ അമ്മയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നിൽക്കണമെങ്കിൽ എന്തൊരു ബലം വേണമെന്നറിയാവോ? അതാ പറഞ്ഞത്, വ്യാകുല മാതാവ് ഇങ്ങനെ മുഖം വീർപ്പിച്ച് സങ്കടപ്പെട്ട് നിരാശയോടുകൂടെ തേങ്ങിക്കൊണ്ട് നിൽക്കുന്നൊരമ്മയല്ല. നേരെ മറിച്ച് കുരിശിൽ കിടക്കുന്ന തൻ്റെ മകൻ അവൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം പൂർത്തിയാക്കാനായി ഒപ്പം നിന്ന് കരുത്ത് പകർന്നൊരമ്മയുടെ പേരാണ് വ്യാകുല മാതാവ് എന്നുള്ളത്. നമ്മുടെ അമ്മയുടെയൊക്കെ നമ്മുടെ അമ്മമാരെയൊക്കെ ഒന്ന് ഓർത്തെടുത്താൽ മതി. എത്രമാത്രം പ്രയാസങ്ങളിലൂടെ കടന്നു വന്നതാണ് നമ്മൾ. ഇന്ന് അൾത്താരയിൽ ഒരു പുരോഹിതനായി ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എൻ്റെ കാൽവരിയുടെ വഴികളിൽ, എൻ്റെ കുരിശിൻ്റെ വഴികളിൽ, ഈശോയുടെ കുരിശിൻ്റെ താഴെ പരിശുദ്ധ മാതാവ് നിന്നതുപോലെ എൻ്റെ അമ്മ എനിക്കൊപ്പം കുരിശ് താങ്ങിക്കൂടെ നിന്നതുകൊണ്ടാണ്. ഇതുപോലെ ഓരോരുത്തർക്കും പറയാനുണ്ടാവും. നമുക്ക് ഓരോരുത്തർക്കും അമ്മമാരെ ഓർത്തെടുക്കുക. അവരെ ഒഴുക്കിയ കണ്ണുനീരൊന്നും ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. അവർ പൊള്ളിയതൊന്നും അവർക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. മക്കളായ നമുക്ക് വേണ്ടിയിട്ടായിരിക്കും. ആ കണ്ണീരിൻ്റെ ബലത്തിലാണ് നമ്മളിപ്പോഴും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കണേ. അല്ലെന്ന് പറയാൻ പറ്റും. അവരുടെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയുടെ ശക്തിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ. ആ പ്രാർത്ഥനയുടെയും ആ ശക്തി ബലപ്പെടുത്തലിൻ്റെയും സുഹൃതങ്ങളിലാണ് നമ്മളിപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കണേ. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ചിത്രം എപ്പോഴും നമ്മൾ കോട്ട് ചെയ്യാറുണ്ട്. അത് ഈ ഒരു അമ്മയെ ഓർക്കുമ്പോൾ അത് ഓർക്കാതിരിക്കാനും പറ്റില്ലല്ലോ. മെൽ ഗിബ്സൺ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സൺ ഡോണ്ട് വറി, ഐ ആം വിത്ത് യു. കുരിശിൻ്റെ വഴികളിൽ വീണു പോകുന്ന തൻ്റെ മകൻ്റെ അടുത്ത് അമ്മ ഓടി വന്നിട്ട് പറയണ കാര്യമാണ്. ആ സമയത്തൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഉണ്ണീശോ വീഴുന്നതും പലതവണ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ആ ഒരു രംഗത്തിൻ്റെ മനോഹാരിത അത് ഒരു കാലത്തും നഷ്ടപ്പെടില്ല. സ്വന്തം കുഞ്ഞിങ്ങനെ വീഴുന്ന നേരത്ത് അമ്മ ഇങ്ങനെ വ്യാകുലതയോടുകൂടെ ഓടി വന്നവനെ പൊക്കിയെടുക്കുന്ന അതേ രംഗം ഇങ്ങനെ കുരിശുമായിട്ട് വീഴുന്ന ഈശോയെ കാണുന്ന ഓടി വരുന്ന അമ്മയായിട്ട് ഇങ്ങനെ ക്ലബ് ചെയ്തേക്കുക. എന്തൊരു ഭംഗിയാണതിന്. സൺ ഡോണ്ട് വറി, ഐ ആം വിത്ത് യു. ഇതാണ് വ്യാകുല മാതാവ് നമ്മളോട് പറഞ്ഞത്. മോളെ പേടിക്കണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കുരിശിൻ്റെ താഴെ നിന്ന അമ്മയെയാണ് ഈശോ നമുക്ക് തരണമെന്ന് ഓർക്കണം. ഇതാ നിന്റെ അമ്മ. ആ പാട്ട് ഈശോ നമ്മളോട് പറയണതാ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിൽ ഒന്നു ചേരാൻ, നിന്നെ താരാട്ട് പാടി ഉറക്കാൻ ഇതാ നിന്റെ അമ്മ. അതിനുശേഷമുള്ള വരികൾ അത് വ്യക്തമാക്കി തരും നമുക്ക്. സ്നേഹത്തോടെ എന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലേ, ഈശോ പറയണതാ. ഈ അമ്മയാ ഞാൻ തരണേ. കാരണം ഇങ്ങനെ കുരിശിൻ ചുവട്ടിൽ എൻ്റെ മരണം കണ്ടുകൊണ്ട് പോലും എനിക്ക് ബലം പകർന്ന് നിൽക്കാൻ പറ്റിയ ഒരു അമ്മയെ മാത്രമേ നിങ്ങൾക്ക്
ജീവിതത്തിൽ ബലം നൽകാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഒരു അമ്മയെ മാത്രമേ എനിക്ക് തരാനുള്ളൂ. അമ്മയ്ക്ക് മാത്രമേ നിങ്ങളെ ബലപ്പെടുത്താൻ പറ്റൂ, ശക്തിപ്പെടുത്താൻ പറ്റൂ. വ്യാകുലമാതാവ് തളർന്നിരിക്കുന്ന അമ്മയല്ല, നേരെ മറിച്ച് കരുത്തു പകരുന്ന അമ്മയാണെന്നുള്ളൊരു ഓർമ്മയുണ്ടാവട്ടെ. സൺ ഡോൺ വറി, ഐ ആം വിത്ത് യു എന്ന് പറഞ്ഞ ഈശോയുടെ കൂടെ നിന്ന അമ്മ നമ്മളുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. പ്രയാസങ്ങളുടെ നേരത്തെ ഈ അമ്മ ഓടി വരുന്നത് കാണണം. അത് എലിസബത്തിൻ്റെ അടുത്തേക്കായാലും കാനായിലെ കല്യാണ വിരുന്നിലായാലും നമ്മുടെ തകർച്ചകളുടെയും തളർച്ചകളുടെയും ഒറ്റപ്പെടലുകളുടെയും നേരത്തെ ഈശോയെയും കൊണ്ടുവരുന്ന അമ്മയെ നമ്മൾ കാണും. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി ഈ അമ്മ ശിഷ്യന്മാരോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, തൻ്റെ മകനെ ഒറ്റയ്ക്കാക്കി വിട്ടുപോയൊരു ശിഷ്യ സമൂഹത്തെയാണ് ഈ അമ്മ കൂട്ടിപ്പിടിച്ചേക്കണേ. എത്ര ദ്രോഹിച്ചാലും ഇങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് മനസ്സുള്ളൊരമ്മ, എത്ര മനസ്സ് മുറിഞ്ഞാലും നീ എൻ്റേതാണെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിക്കുന്നൊരമ്മ, അതാണ് വ്യാകുലമാതാവ്. നമ്മയുടെ വ്യാകുലങ്ങൾ ഓർക്കുമ്പോൾ ഒറ്റ കാര്യം, അത് എത്ര എണ്ണം ഉണ്ടെന്നൊന്നും എണ്ണി പോവണ്ട. ഉണ്ട്, ശരിയാണ്. ഒരു 3-ാം മുറിവെന്നൊക്കെ പറഞ്ഞ് ഒരു സിനിമ പോലും അടുത്ത് ഇറങ്ങുന്നുണ്ട്. എത്ര എണ്ണം ആയിക്കോട്ടെ, പക്ഷേ ഇന്ന് ഒരു തീരുമാനം എടുക്കണം. ഞാൻ കാരണം പരിശുദ്ധ മാതാവിൻ്റെ വ്യാകുലങ്ങളുടെ ആഴം കൂടില്ല എന്ന്. വളരെ പ്രാക്ടിക്കലായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനം. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരിക്കലും വേദന കൊടുക്കില്ല, ഞാൻ കാരണം എൻ്റെ അമ്മ ഒരിക്കലും കണ്ണീര് വീഴ്ത്താൻ ഇടവരുത്തില്ലെന്ന്. പ്രാർത്ഥന ഏതാണ്? മക്കൾ വഴിയായിട്ട് നമ്മുടെ അമ്മമാർക്ക് ഒരിക്കലും കണ്ണീരൊഴുക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നൊരൊറ്റ പ്രാർത്ഥന ഇന്ന് സമർപ്പിക്കാം. നമ്മുടെ അമ്മമാരെ എല്ലാവരെയും സമർപ്പിച്ച് മക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാരെയും ഈ പരിശുദ്ധ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം ഈ അമ്മമാർക്ക് എല്ലാവർക്കും നൽകണമേ എന്ന അപേക്ഷയോടുകൂടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ, നിന്നെ ഞാൻ കണ്ടത് ആദ്യം ആ കൺകളിലായി. ഇന്ന് സ്വന്തം അമ്മയുമായിട്ടൊന്ന് കണക്റ്റായിട്ട് വേണം ഉറങ്ങാനായിട്ട് പോകാൻ. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന വഴിയായിട്ട്, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു കോൾ ചെയ്തിട്ട് അമ്മമാരുമായിട്ട് സംസാരിച്ചിട്ട് വേണം ഉറങ്ങാനായിട്ട്. ആ അമ്മയുടെ കണ്ണീരാണ് ഇതുവരെ എന്നെ എത്തിച്ചതെന്നുള്ള ഓർമ്മയിൽ നന്ദിയോടുകൂടെ കരം കൂപ്പി കണ്ണ് നിറഞ്ഞ് നമുക്ക് കിടക്കയിലേക്ക് പോകാം. സ്വർഗാനുഗ്രഹിക്കും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.